ഹേയ്, ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് കണ്ടു. എന്താണെന്ന് വെച്ചാൽ ബംഗാളിൽ സീത എന്ന് പറയുന്ന പെൺസിംഹത്തിനെ അക്ബർ എന്ന് പറയുന്ന ആൺസിംഹവുമായിട്ട് ഒരുമിച്ചൊരു കൂട്ടിൽ പാർപ്പിച്ചു എന്ന പേരിൽ VHP ഹൈക്കോർട്ടിനെ സമീപിച്ചു. അതൊരു വലിയൊരു തെറ്റായിപ്പോയി. അത്രേ നമ്മൾ ജനറേഷൻസിന് വരുന്നവർക്കൊക്കെ നല്ല, അതായത് മറ്റുള്ളവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര നല്ല രീതിക്ക് വളർന്നു വരാം, നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഒക്കെ പഠിച്ച് അതൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് വരേണ്ട ഒരു ജനറേഷൻ്റെ മുന്നിലേക്ക് ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങളും ഇങ്ങനത്തെ തോട്ട്സും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവർ പോയി. ഒരു സെക്കൻഡ് ഗൈസ്, എൻ്റെ കുടയുടെ വഴിക്ക് പോയി. എൻ്റെ പോപ്പിക്കൊട അവർ പോലും ഇങ്ങനത്തെ റോങ് ആയിട്ടുള്ള മെസ്സേജസ് കണ്ട് ഇതിങ്ങനെ റോങ് ചിന്താഗതിയിലേക്ക് പോവാണ്. ഇപ്പം തന്നെ ജാതി രാഷ്ട്രീയം, മതം പറഞ്ഞ രാഷ്ട്രീയം, ഇങ്ങനെയുള്ള കുറേ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കാം, മനുഷ്യന്മാർക്കിടയിൽ പോരൊക്കെ ഈ സിംഹത്തിന്, ഈ സീത എന്ന് പറയുന്ന സിംഹത്തിൻ്റെ അച്ഛനും അമ്മയും ഏതെങ്കിലും ഒരു ബ്രാഹ്മണ തറവാട്ടി ജനിച്ചവരാണോ? സീത വെജിറ്റേറിയൻ ആണോ? സീത ആയതുകൊണ്ട് പുള്ളിക്കാരുതി പുല്ലും പാലും പഴമൊക്കെയാണോ തിന്നുന്നത്? അക്ബർ മാത്രമേ ഇറച്ചി കഴിക്കുന്നുള്ളോ? അതുകൂടെ ഒന്ന് പറയണം. ഈ സീത ഇനി ബീഫ് കഴിക്കുന്നില്ലായിരിക്കുമോ? എനിക്കറിയില്ല. എന്തായാലും ആരോ ഇട്ടൊരു പേര് സീത, മറ്റാരോ ഇട്ടൊരു പേര് അക്ബർ. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന രണ്ട് വന്യമൃഗങ്ങൾ, രണ്ട് ജീവികൾ ഒരു കൂട്ടിൽ താമസിച്ചതിന് ഒന്ന് ആലോചിച്ച് നോക്കാം. ജാതീയമായ അല്ലെ മതപരമായ നമ്മുടെ അത്രയും വിയേർഡായിട്ടുള്ള മെൻറ്റാലിറ്റി ഏത് ലെവൽ വരെ പോയിട്ടാണ് ഒരു ആനിമലിൻ്റെ പേരിനെ ബേസ് ചെയ്തിട്ട് അവിടെ ജാതി കുത്തിക്കയറ്റാൻ നോക്കുന്നതെന്ന് ചിന്തിക്കുക. ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ചിലപ്പോൾ പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനറേഷൻ കാണുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുണ്ടല്ലോ, ആകെ കുറച്ചുള്ള ജീവിതമാണ്. സമാധാനപരമായിട്ട് വെട്ടും കുത്തുമൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ പൊതുനിരത്തുകൾ കൂടെ നടക്കുമ്പോൾ നിൻ്റെ ജാതി ഏതാ? ഓക്കെ, ഹിന്ദു എന്നാൽ പൊക്കോ, ഏതാ മുസ്ലിം എന്നാൽ നിന്നോ, ഇങ്ങനെ പറഞ്ഞൊരു സൊസൈറ്റി അല്ല നമുക്ക് വേണ്ടത്. മനസ്സിലാക്കണം. അത് എത്രത്തോളം അത് അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പോയി വെറും മൃഗങ്ങളെ. അപ്പം ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ 3 പട്ടിക്കുട്ടികളുണ്ട്. ഇതിലൊരാളുടെ 2 പേരുടെ ഒരു ഹാപ്പിന്നും ഹണിന്നുമാണ്. പറഞ്ഞു വരുമ്പം ക്രിസ്ത്യൻ ടച്ചുള്ള പേരാണല്ലോ. ഇനി എൻ്റെ പട്ടിനെ കൊല്ലേ മാമോദീസ് മുക്കേണ്ടി വരുമോ? എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്, എങ്ങോട്ടാണ് നമ്മുടെ കാലം പോകുന്നത് പോകുന്നത്. നിങ്ങൾക്കിത് കണ്ടിട്ട് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ ന്യൂസ് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് പറയണേ.